അമ്മോ തിന്നീർന്നാ കൊള്ളത്തില്ലേ? പിന്നെ എന്തിനാ ഈ പ്ലേറ്റ് ഇരുന്ന മൊത്തം തിന്നത്? ചുമ്മാതെ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് 1/2 ലിറ്റർ പാലെടുക്കാം, 1 കപ്പ് പഞ്ചസാര. മധുരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. മധുരം കൂടുതലാവാം കുറവാവാം, അത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 5 സ്പൂണ് കോൺഫ്ലവർ പൊടി. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാറ്. ഇത് എൻ്റെ ചെറുമക്കളും കൂടെ ഉണ്ട്. അവരെല്ലാം കിടന്ന് അടി കൂടുക. ഞാൻ മിക്സ് ചെയ്ത് തരാം, ഇഞ്ഞടുമ്മാന്നും പറഞ്ഞ്. അപ്പോൾ 2 ദിവസം അവർ ലീവിന് വന്നതാണ്. അവരെല്ലാം കിടന്ന് അടി കൂടുന്നു കണ്ടോ. ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ദിവസം ശനിയും ഞായറും സ്കൂൾ അവധിയല്ലേ, അങ്ങനെ അവർ വന്നതാ. ഞായറാഴ്ച ആകുമ്പോൾ അവർ പോവുകയും ചെയ്യും, ഞങ്ങളുടെ വീട് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം വരും. അപ്പം വീട്ടിനൊരു അനക്കവും ബഹളവും ഒച്ചയും എല്ലാം ഉണ്ടാവും. പിന്നെ തീർന്നു. ചെവിട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അത് പാകമായിട്ടുണ്ട്. ആദ്യം നമ്മൾ വീഡിയോയിൽ കണ്ടത് എന്തുവാന്ന് പറഞ്ഞില്ലല്ലേ. ഞാനിതെല്ലാം കൂടെ സെറ്റാക്കിക്കൊണ്ട് പാത്രത്തിനകത്തെല്ലാം ശരിയാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്കും വെളിയിൽ ഒരു ബെല്ലടി കേട്ടു. അപ്പം ഒരാൾ പുറത്ത് വന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് പാത്രം കാലിയാക്കി വെച്ചേക്കുന്നു. അപ്പോൾ അവൻ്റെ കൊച്ചു തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് അവൻ പറഞ്ഞത്. ഉമ്മ അത് കൊള്ളത്തില്ലെന്ന്. ഞാൻ വഴക്ക് പറയാതിരിക്കാനാണ്. അവൻ കഴിച്ചെത്തിയില്ലയോ, അതാണ് നടന്നത്. അപ്പോൾ ഈ ചെയ്ത വീഡിയോ കാണിക്കണ്ടേ, അങ്ങനെ രണ്ടാമതൊന്നുകൂടെ ചെയ്തെടുത്തതാണ്. ഇതെല്ലാം പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുക്കാൻ നേരം നല്ലതുപോലെ ഇളകി വരാനാണ് നെയ്യ് തടവി കൊടുക്കുന്നത്. ഈ സ്പൂണിൻ്റെ അടിയിലും കൂടെ ഇച്ചിരി നെയ്യ് തടവിയിട്ടുണ്ട്. അതിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം നമ്മൾ എടുത്തതാണിത്. എല്ലാം നല്ലതുപോലെ വിട്ടുകൊണ്ടുണ്ടാകും. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ലൊരു പുഡിങ്ങാണ്. അത് നിങ്ങളെല്ലാവരും ചെയ്ത് കൊടുക്കണം. ഒരു പാത്രം വെച്ച് കമത്തിയിട്ട് നമുക്കത് ഇതുപോലെ ചെയ്തിഞ്ഞെടുക്കാം. അല്ലാതെ ഇളക്കിയെടുക്കാം. ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തന്നേ ഉള്ളൂ. ഉണ്ട്, നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എളുപ്പമായിട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് പാൽപ്പൊടിക്കകത്ത് നമുക്കിതൊന്ന് മുക്കിയെടുക്കാം. നമ്മൾ പാലല്ലേ ചേർത്ത, പാലിനകത്ത് ചെയ്തപ്പം പാൽപ്പൊടി ആയിരിക്കും നല്ലത്. ഈ തേങ്ങയായാലും മതി, പക്ഷെ അതിനേക്കാളും നല്ലത് പാൽപ്പൊടിയാണ്. നമുക്കൊന്ന് മുക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. കൊച്ചുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് കണ്ടാൽ നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലിരിക്കുകയാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന് കമൻ്റായിട്ട് അറിയിക്കണം.